പീപ്പിൾ എക്സ്ക്ലൂസീവ് സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ കോൺഗ്രസ് നേതാക്കൾ ഭൂമിയും വൻ തുകയും തട്ടിയെടുത്തതായി പരാതി. റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ടി സിദ്ദിഖും സംഘവും തട്ടിയെടുത്തത് കോടികളാണ്. ടി സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയത് 3.5 കോടി രൂപയും ഒരേക്കർ ഭൂമിയും. സിദ്ദിഖിനും സംഘത്തിനുമെതിരെ കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. താമരശ്ശേരിയിലെ റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ ടി സിദ്ദിഖും സംഘവും വൻതുകയും ഭൂമിയും തട്ടിയെടുത്തെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. പരേതനായ കാവിൽ അബ്രഹാം ലിങ്കന്റെ ഉടമസ്ഥതയിലുള്ള 22 ഏക്കർ ഭൂമിയിൽ ഒരേക്കറും 1,30,00,000 രൂപ വീതവും കോൺഗ്രസ് നേതാക്കളായ ടി സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയെന്ന് കാട്ടി കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. മക്കളില്ലാത്ത അബ്രഹാം ലിങ്കനെ ഭാര്യയുടെ മരണശേഷം പരിചരിച്ചിരുന്നത് ഭാര്യ സഹോദരി ജീൻ അർജുൻ കുമാറായിരുന്നു. തന്റെ പേരിലുള്ള 22 ഏക്കർ ഭൂമി ഉപയോഗിച്ച് മരണശേഷം ക്യാൻസർ രോഗികളെ സഹായിക്കാനായി ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് ജീനിന്റെ പേരിൽ അബ്രഹാം ലിങ്കൻ ഓസ്യത്ത് എഴുതിയിരുന്നു. എന്നാൽ ലിങ്കന്റെ മരണശേഷം സഹോദരൻ ഈ ഭൂമിയിൽ കൃഷി ആരംഭിച്ചതോടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുത്തു. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ടി സിദ്ദിഖ് ഇടപെട്ടത്. അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സിദ്ദിഖും സംഘവും ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കി. ഭൂമി ഇരു കക്ഷികൾക്കുമായി വീതിച്ചു നൽകുന്നതിനായി 1.5 കോടി രൂപ വീതമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ 1,30,00,000 രൂപ വീതവും ഒരേക്കർ ഭൂമിയും കൈപ്പറ്റി പ്രശ്നം പരിഹരിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. ഭൂമി കോൺഗ്രസ് നേതാക്കളുടെ പേരിലേക്ക് മാറ്റിയെഴുതിയ ആധാരത്തിന്റെ പകർപ്പ് സഹിതമാണ് കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. സോളാർ കേസിലെ ഉമ്മൻചാണ്ടിക്കെതിരായ വിധി LDF നിലപാടുകളെ സാധൂകരിക്കുന്നതാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തന്റെ ഭാഗം കേട്ടില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ വാദം സ്ഥാനത്തിന് നിരക്കാത്തതാണെന്ന് കോടിയേരി അഭിപ്രായപ്പെട്ടു. ജേക്കബ് തോമസ് അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഉദ്യോഗസ്ഥനാണ് എന്നും കോടിയേരി പറഞ്ഞു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ വാദം കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് നിരക്കുന്നൊരു പ്രസ്താവനയല്ല. ഉമ്മൻചാണ്ടി ഏൽപ്പിച്ച അഭിഭാഷകൻ ഉമ്മൻചാണ്ടിക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അഭിഭാഷകൻ മുഖേന എഴുതി നൽകേണ്ടതായിരുന്നു. അതുപോലും നൽകാൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഇത്തരമൊരു വിധി പ്രസ്താവിച്ചത് എന്ന് ജഡ്ജി തന്നെ ഇത് സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുകയാണ്. ധനകാര്യ പരിശോധനാ വിങ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ മറ്റ് പരിശോധനകളൊക്കെ പൂർത്തീകരിക്കാതെ അതിനെ സംബന്ധിച്ചൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല. ഫലത്തിൽ അദ്ദേഹം ഇതിനകം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നൊരു ഉദ്യോഗസ്ഥനാണ്. കേരളത്തിന് പുറത്ത് വിചാരണ നടന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ശിക്ഷിക്കപ്പെട്ടത് എന്ന് സരിത S. നായർ. എത്ര സമർത്ഥമായി തെളിവുകൾ ഇല്ലാതാക്കിയാലും ദൈവത്തിന്റെ കയ്യൊപ്പ് അതിലുണ്ടാകുമെന്നും സരിത. സോളാർ കേസിൽ VS-ന് പരാതി നൽകാനെത്തിയതായിരുന്നു സരിത. സത്യം പറഞ്ഞാൽ കേരളത്തിന് പുറത്തായതുകൊണ്ട് അവർ സത്യം കണ്ടെത്തിയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ പ്രതികരണം ശരിക്കും കേട്ടപ്പോൾ എനിക്ക് റെഡിക്കുലസ് ആയിട്ടാണ് തോന്നിയത്. ഇദ്ദേഹത്തിന് ഇത് അറിയില്ലെങ്കിൽ കോടതിയിൽ ഇപ്പം നിലവിലിരിക്കുന്ന സത്യവാങ്മൂലം അദ്ദേഹം വ്യാജമായി ചമയ്ക്കാൻ ആരെങ്കിലും ഏർപ്പെടുത്തിയതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വ്യാജമായി ആരെങ്കിലും ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണോ? സാധാരണ കേരളത്തിലെ പോലെ തന്നെയാണ് കാര്യം. തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എവിടെയുണ്ട്. ഏത് ക്രൈമിനകത്താണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. എവറി ക്രൈം. പിന്നെ എക്സ്പാർട്ടി വിധി എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ലാതാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുനിന്നത്. സോളാർ വിധിക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ആദ്യ വിമർശനം. പൊതുരംഗം സംശുദ്ധമാക്കണമെന്നും ക്രിയാത്മകമായ എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും VT ബൽറാം അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്കിലൂടെയാണ് ബൽറാമിന്റെ പ്രതികരണം. കൊച്ചി ഇരുമ്പനം IOC പ്ലാന്റിലെ തൊഴിലാളി സമരത്തിന് പരിഹാരം കാണാനായുള്ള ചർച്ച തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ചർച്ച. സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു നിലവിൽ? അരുൺ,
IOCയിലെ തൊഴിലാളികളുടെയും ടാങ്കർ ഉടമകളുടെയും സമരം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ചർച്ച നടത്തുന്നത്. ഗതാഗത മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത്. തൊഴിൽ വകുപ്പ് മന്ത്രിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ചർച്ച നടത്തുന്നത്. അതായത് നിലവിലൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ കൂടുതൽ ടാങ്കർ ലോറികളെ ഒഴിവാക്കുന്ന നടപടികളിലേക്ക് IOCയുടെ അധികൃതർ കടന്നിരിക്കുന്നു. ഇതിൽ മാറ്റം വരുത്തണം. ഇത് ചെറിയ ലോറി, അതായത് 55 ലോറികളെ ഉൾപ്പെടുത്താമെന്നുള്ള ഒരു 10% കണക്കാണ് ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നത്. അത്തരത്തിൽ വരുമ്പോൾ കുറച്ചെണ്ണം ലോറി ഉള്ള ഉടമകളെ ഇത് സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സമരം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഏകദേശം 900-ലധികം പമ്പുകളാണ് IOCക്ക് സംസ്ഥാനത്തുടനീളമുള്ളത്. ഇതിൽ 500-ലധികം പമ്പുകളിൽ ഇന്ധനം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സമരം തുടർന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റ് പമ്പുകളിലും ഇന്ധന ലഭ്യത ഇല്ലാതാകും. അത് സംസ്ഥാനത്ത് സാരമായി ബാധിക്കും. പ്രത്യേകിച്ച് KSRTCയുടെ സർവീസുകളെയും ബാധിക്കും എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ കോഴിക്കോട് വെച്ച് ചർച്ച നടന്നിരുന്നു. പക്ഷേ അന്ന് തീരുമാനം ഉണ്ടായില്ല. ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടും മറ്റ് പമ്പുകളിൽ, അതായത് ഈ IOCയുടെ തന്നെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റ് പമ്പുകളിലെയും ജീവനക്കാരും അതുപോലെ ടാങ്കർ ലോറി ഉടമകളും പണിമുടക്കുമെന്നുള്ളൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ധന വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുത്തും. അതുപോലെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവരുമായി ചർച്ച നടത്തി ഒരു പരിഹാരം അല്ലെങ്കിൽ സമരം പിൻവലിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ചർച്ചയിലുള്ളത്. സുനിൽ അരിമാനൂർ വിവരങ്ങൾ നൽകിയത്. റേഷൻ കാർഡിലെ പിഴവ് തിരുത്താനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. അവധി ദിവസങ്ങളിലും അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P. തിലോത്തമൻ പറഞ്ഞു. ആ പ്രസിദ്ധീകരിച്ച പട്ടികയിന്മേൽ പരാതികളും ആക്ഷേപങ്ങളും കൊടുക്കേണ്ടത് ഒക്ടോബർ 30 വരെ എന്ന് നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വകുപ്പിൻ്റെ ചർച്ച നടക്കുന്ന ദിവസമായിരുന്നു നിയമസഭയിൽ. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട MLA-മാരും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് അഭ്യുതകാംക്ഷികളുമെല്ലാം അഭിപ്രായപ്പെട്ടത് കുറെക്കൂടി സമയം നീട്ടണം ആക്ഷേപങ്ങളും പരാതികളും കൊടുക്കുവാൻ എന്നാണ്. അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. ആ ആക്ഷേപങ്ങളും പരാതികളും കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 5 എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. കേരളീയരുടെ റേഷൻ അരി ഇല്ലാതാക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ LDF നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനം. ഒക്ടോബർ 31-ന് ധർണയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കാൻ കേരളത്തിന് സാവകാശം അനുവദിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. സഹോദരന്മാർക്ക് പിന്നാലെ ബന്ധു ബഷീർ അലിയും നിസാമിനെതിരായ പരാതിയിൽ നിന്ന് പിന്മാറി. പാലക്കാട് SP-ക്ക് നൽകിയ പരാതി അന്വേഷിക്കുന്ന ആലത്തൂർ പോലീസിനെയാണ് ബഷീർ അലി ഇക്കാര്യം അറിയിച്ചത്. കേസ് നടത്തിപ്പിന് ആവശ്യമായ പണം ബിസിനസ് ലാഭവിഹിതത്തിൽ നിന്ന് മാറ്റിവെച്ചില്ലെങ്കിൽ തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്ന് നിസാം ഭീഷണി മുഴക്കിയെന്നായിരുന്നു ബഷീർ അലിയുടെ പരാതി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിസാമിനെ കാണാനെത്തിയ ഇക്കഴിഞ്ഞ ജൂലൈ 14-നായിരുന്നു ഭീഷണിപ്പെടുത്തൽ. നിസാമിന്റെ സഹോദരങ്ങളുടെ പരാതിയുടെ ചുവടുപിടിച്ചാണ് നിസാമിന്റെ ബന്ധുവും ബിസിനസ് പങ്കാളിയുമായ ബഷീർ അലി പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ മൊഴിയെടുക്കാനായി ബന്ധപ്പെട്ടപ്പോൾ പരാതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇയാൾ അറിയിച്ചെന്ന് പോലീസ് വ്യക്തമാക്കി. നിസാം ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായും ബഷീർ അലി നൽകിയ പരാതിയിലുണ്ട്. ബിസിനസ്സിൽ ഇടപെട്ട് പണം തട്ടാൻ നിസാം തുടർച്ചയായി ശ്രമം നടത്തിവരുന്നതായും ഇയാൾ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. കേസെടുത്ത ശേഷം പരാതിയിൽ നിന്ന് പിന്മാറിയ നിസാമിന്റെ സഹോദരങ്ങളുടെ നടപടിയാണ് ബഷീർ അലിയെ പിറകോട്ടടിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ബിസിനസ് അന്തർനാടകങ്ങളും സംശയിക്കുന്നവരുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സോളാർ കേസിൽ DGP N. ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ സോളാർ കേസിലെ പരാതികൾ പൂഴ്ത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. നവംബർ 5-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം.
സോളാർ പദ്ധതിക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1.5 കോടിയിലേറെ രൂപ കോഴ കൊടുത്തു എന്ന് സരിത എസ് നായർ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ ശിവരാജൻ കമ്മീഷന് മുമ്പാകെയും മാധ്യമങ്ങൾക്ക് മുമ്പാകെയും സരിത നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ 6ഓളം പരാതികളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന എൻ ശങ്കർ റെഡ്ഡിക്ക് ലഭിച്ചത്. എന്നാൽ പരാതികളിൽ അന്വേഷണം നടത്താതെ അദ്ദേഹം 6 മാസത്തിലേറെ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശങ്കർ റെഡ്ഡിക്കെതിരെ പായിച്ചർ നവാസ് എന്ന വ്യക്തി തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു. കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. നവംബർ 5-നകം വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ശങ്കർ റെഡ്ഡി സോളാർ കേസിലെ പരാതികൾ പൂഴ്ത്തിയതായിട്ടുള്ള വാർത്ത പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുണ്ട ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. PT തോമസ് MLA ആണ് നോട്ടീസ് നൽകിയത്. ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെയും ഗുണ്ടാ മാഫിയകളുടെയും വിളയാട്ടവും അക്രമവും വർദ്ധിച്ചു വരുന്നുവെന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന് PT തോമസാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ വിളയാടുന്നു. പോലീസ് ഗുണ്ടാ മാഫിയ ബന്ധം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും PT തോമസ് ആവശ്യപ്പെട്ടു. ഗുണ്ടകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് നോട്ടീസിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രത്യേക രീതി അവസാനിപ്പിക്കും. പോലീസ് ഗുണ്ടാ ബന്ധത്തിന് തെളിവില്ല. ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുമെന്നും ഇതിനകത്ത് രാഷ്ട്രീയ പ്രശ്നം വരുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ആ ഗുണ്ടാ സംഘങ്ങളെ നിലക്ക് നിർത്തുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഇതിലൊന്നും രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ല സർ. ഇത് നമ്മുടെ നാടിനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പറഞ്ഞ തരത്തിൽ അതിഗുരുതരമായ പ്രശ്നമായിട്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. ഇതിനകം തന്നെ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില കേസുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഗൗരവമായ നടപടി വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി അതൊന്നും മറ്റു തരത്തിൽ വന്നില്ല. ഇത് മാത്രമേ അങ്ങനെ വന്നുള്ളൂ എന്ന് മാത്രം. എന്നാൽ അതിലെല്ലാം നടപടികളുണ്ടായിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഗൗരവമായ അന്വേഷണം വേണമെങ്കിൽ ആ അന്വേഷണവും നടത്താൻ ഈ സർക്കാർ തയ്യാറാണ്. ഗുണ്ടകൾക്ക് സർക്കാർ സംരക്ഷണ കവചം ഒരുക്കുകയില്ലെന്നും വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ച നിഷേധിച്ചു. കേരളം തിരുട്ടുഗ്രാമമായി മാറിയിരിക്കുന്നുവെന്നും ഗുണ്ടാ പോലീസ് ബന്ധമുള്ളതിനാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. വിഷയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ വാക്കൌട്ട് നടത്തി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സമയ ക്രമീകരണം ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനേജ്മെന്റുകൾ കൃത്യമായി ശമ്പളവും സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വീണ ജോർജാണ് ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ ഉന്നയിച്ചത്. ദൃശ്യമാധ്യമ രംഗത്ത് തൊഴിൽ അരക്ഷിതാവസ്ഥയുള്ളതായി നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ വേതനവും ജോലി സമയ ക്രമീകരണവും കൃത്യമല്ലെന്ന ആക്ഷേപമുള്ളതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സമയ ക്രമീകരണം ഉറപ്പുവരുത്തും. മാനേജ്മെന്റുകൾ കൃത്യമായി ശമ്പളവും സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ കൃത്യമായ സമയ ക്രമീകരണം ഏർപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ നിയമപ്രകാരവും മനുഷ്യത്വപരമായും ഉത്തരവാദിത്വമുണ്ട്. സർ, മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിൽ, വേതനം എന്നിവ സംബന്ധിച്ച് തൊഴിൽ വകുപ്പിൻ്റെ കാര്യക്ഷമമായ നിരീക്ഷണത്തിന് സംവിധാനമൊരുക്കും. ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് വേജ് ബോർഡ് നിലവിലില്ല. തൊഴിൽപരമായും മനുഷ്യത്വപരമായും ഉള്ള സംരക്ഷണം ഇവർക്ക് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച വിഷയം വീണ ജോർജാണ് സഭയിൽ ഉന്നയിച്ചത്. വലിയ രീതിയിലുള്ള അസമത്വങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് ഈ ദൃശ്യമാധ്യമ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കണം. അതിനായിട്ടൊരു സമിതിയെ നിയോഗിക്കണം. വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ മാധ്യമപ്രവർത്തകരെയും കൊണ്ടുവരണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയിൽ താൽക്കാലിക വെടിനിർത്തൽ. പ്രശ്നങ്ങൾ പരിഹരിച്ചതായും പാർട്ടിയും കുടുംബവും ഐക്യത്തോടെയാണ് പോകുന്നത് എന്നും പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് പറഞ്ഞു. എന്നാൽ ഭിന്നത പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടില്ല എന്ന സൂചന നൽകി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് വാർത്താസമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു.
മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ അസാന്നിധ്യത്തിൽ പാർട്ടി തലവൻ മുലായം സിംഗ് യാദവും മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവും ചേർന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. രാം മനോഹർ ലോഹ്യയുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നീങ്ങുന്നതെന്ന് മുലായത്തിന്റെ മുഖവുര. തുടർന്ന് പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ. അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായി തുടരുമെന്ന് വ്യക്തമാക്കിയ മുലായം അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. हमारे परिवार एक है, पार्टी एक है। पार्टी एक है, परिवार एक है, पूरे कार्यकर्ता पूरे नेता एक है. ശിവപാൽ യാദവ് ഉൾപ്പെടെ പുറത്താക്കിയ 4 പേരെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി അഖിലേഷ് യാദവാണെന്ന് മുലായം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. മന്ത്രിമാരെ തിരിച്ചെടുക്കണമെന്ന മുലായത്തിന്റെ ആവശ്യം അഖിലേഷ് അംഗീകരിക്കുമെന്നാണ് സൂചന. അമർ സിംഗിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും മുലായം അഭ്യർത്ഥിച്ചു. ഒരാഴ്ചയായി പരസ്യമായ വിഴുപ്പലക്കലും വാക്പോരുമായി നടന്ന അഖിലേഷ് യാദവിനെയും ശിവപാൽ യാദവിനെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തിയ മുലായം ഒരുമിച്ച് പോയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. എന്നാൽ യാദവ കുടുംബത്തിലെ താൽക്കാലിക വെടിനിർത്തൽ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴയിൽ കണ്ടെത്തിയ പക്ഷിപ്പനി മനുഷ്യർക്ക് ഭീഷണിയല്ല എന്ന് വിലയിരുത്തൽ. കുട്ടനാട്ടിൽ കാണപ്പെട്ടത് H5N8 ഇനത്തിൽപ്പെട്ട വൈറസുകളാണ് എന്നും ഇത് മനുഷ്യരിലേക്ക് പകരില്ല എന്നും മൃഗസംരക്ഷണ വകുപ്പ്. കളക്ടർ വിളിച്ചുചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് വിശദീകരണം. പനി പടർന്നു പിടിക്കുന്നത് തടയാൻ കർശന നടപടി സ്വീകരിച്ചതായി കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ അപ്പർ കുട്ടനാട് പ്രദേശത്തെ 3 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. എന്നാൽ 2014 കാണപ്പെട്ട പക്ഷിപ്പനിയേക്കാൾ വീര്യം കുറഞ്ഞ വൈറസാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ കാണപ്പെടുന്നതെന്നും ഇത് ജനജീവിതത്തെ ബാധിക്കില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ വീണ എൻ മാധവ് പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന വകുപ്പ് തല യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ആലപ്പുഴ ജില്ലയിൽ തകഴി പഞ്ചായത്തിൽ നമ്മൾ പക്ഷിപ്പനിയുടെ കുറച്ച് ലക്ഷണങ്ങൾ കണ്ടിരുന്നു. അത് ഭോപ്പാലിൽ ഉള്ള ലാബിൽ വിട്ട് അതിൻ്റെ ടെസ്റ്റ് വന്നു, അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു കൺഫർമേഷൻ വന്നിട്ടുള്ളത് H5N8 എന്ന വൈറസിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുള്ളത്. ഇത് മുമ്പ് വന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. അതായത് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലോട്ട് ഇത് പടരാത്ത ഒരു സ്ട്രെയിനാണ്. സോ അതുകൊണ്ട് ജനങ്ങൾക്ക് അധികം പേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ വരും ദിവസങ്ങളിൽ കണക്കെടുപ്പ് നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 2014 നവംബറിലും കുട്ടനാട്ടിൽ പക്ഷിപ്പനി പടർന്നു പിടിക്കുകയും ലക്ഷക്കണക്കിന് താറാവുകൾ ചത്തൊടുങ്ങുകയും ചെയ്തിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാനും നിയന്ത്രിക്കാനും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.